സാറേ, ഇപ്പം നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ടെക്നിക്കാണ് നമ്മുടെ സ്റ്റേപ്ലർ സർജറി പൈൽസിനായിട്ടുള്ള. ഈ സാധനം നമ്മൾ കാലാകാലം നമ്മുടെ ബോഡിയിൽ ഇരിക്കുമോ? ഇതങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഈ സ്റ്റേപ്ലർ സർജറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഡിക്കൽ ഗ്രേഡ് ടൈറ്റാനിയം ക്ലിപ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്ത് പോവില്ല, പക്ഷേ ഇത് ബോഡി ടിഷ്യൂസ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അതായത് ഒരു ഇനർട്ട് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇത് തുരുമ്പെടുക്കും എന്നുള്ള പേടിയും വേണ്ട. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റേപ്ലറോട് അടിച്ചാലും ഒരു 6 to 8 വീക്സ് കഴിയുന്ന സമയത്ത് ഹീലിംഗ് സംഭവിക്കുമ്പോൾ ഇതിന്റെ പുറത്ത് തൊലി വന്ന് അടയും. അതുകൊണ്ട് തന്നെ ഇത് മറ്റു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാറില്ല. ചില ആൾക്കാർ ഏനൽ സെക്സിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റേപ്ലർ ചെയ്ത സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ഏനൽ സെക്സിൽ ബന്ധപ്പെടുന്നത് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊരു ഹീലിംഗ് ഫേസ് ഉണ്ട്. അതായത് ഒരു 2 മുതൽ 3 മാസം. ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റേപ്ലർ പിന്നിന്റെ പുറത്ത് നോർമൽ സ്കിന്ന് വന്ന് കവറാവും. ഇതിന് ശേഷം ഏനൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അതിന് മുന്നുള്ള ഒരു ഫേസിൽ നമ്മൾ ഏനൽ ഇന്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ ചില കേസിലെങ്കിലും ഈ സ്റ്റേപ്ലർ പിന്നെ എക്സ്പോസ്ഡ് ആയിരിക്കും. അതായത് 1 to 2 months സമയത്ത്. അതെ, ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇഞ്ചുറി ഉണ്ടാക്കാം. കഴിഞ്ഞതും ഏനൽ സെക്സിൽ ഏർപ്പെടാതിരിക്കുക അത് തന്നെയാണ് നല്ലത്. പക്ഷേ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതിലെ പറ്റി നല്ലതെന്നും ചീത്തയെന്നും പറയുന്നത് മറ്റൊരാൾക്ക് അവകാശമില്ല. പക്ഷെ അങ്ങനെ ഏർപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് 3 months കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്.